അമ്മേ എനിക്ക് മിഠായി വേണം അമ്മേ, മിഠായി. ഇടാ എടുത്തു തരാം. ഒന്ന് നിക്കടാ, കിടന്ന് പിടയ്ക്കാതെ. ഒന്ന് നിക്കണേ, പോവല്ലേ, ഇതേ വരുന്നു. തിന്നോടാ, എന്നിട്ട് കുളിച്ചിട്ട് പോയി ഹോംവർക്ക് ചെയ്യണേ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവന് വേണ്ടി മാറ്റിവെച്ചു കൊടുക്കുന്നത് എന്റെ ഒരു ശീലമാ. അത് കൊടുക്കുമ്പോ അവന്റെ കണ്ണുകളിലെ ആ സന്തോഷം കാണുന്നത് എനിക്ക് വല്ലാത്തൊരു നിർവൃതിയാ. ഈ സന്ദർഭങ്ങളിലാണ് മാതാപിതാക്കൾക്ക് ഒരേ സമയം രണ്ടു തരം ഫീലിംഗ്സ് ഉണ്ടാകുന്നത്. മക്കൾക്ക് പ്രാപ്തിയായല്ലോ എന്ന സന്തോഷവും തങ്ങളിൽ നിന്ന് അകലുന്നല്ലോ എന്ന വിഷമവും. എന്റെ മകനും വളർന്നു. എത്രത്തോളം വളർന്നു എന്നറിയോ? അയ്യോ എടാ, നിക്ക് നിക്ക്, എങ്ങോട്ടാ? അത് കണ്ടില്ലേ? അമ്മേ എന്താ, നല്ല വേദനയുണ്ടോ? നീ നല്ല കുട്ടിയല്ലടാ, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? എന്തോരം പുള്ളിയെ നോക്ക്. നോക്കി, ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ. നിനക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ തോന്നിയാ എന്നോട് ചോദിച്ചിട്ട് ചെയ്തു. കേട്ടല്ലോ? മോൻ കരയണ്ട കേട്ടോ. എന്റെ ഭർത്താവ് എന്റെ മകന് തെറ്റ് ചെയ്യാനുള്ള അനുവാദവും കൊടുത്തു. അത് തെറ്റും ശരിയും ഏതെന്ന് അവൻ തന്നെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ആ പ്രായത്തിൽ അനാവശ്യമായുള്ള ശാസന മനസ്സിന്റെ വളർച്ചയെ മുരടിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്നലെ തന്നെ ഗജനി ഞാൻ 4 പ്രാവശ്യം കണ്ട. എന്താടാ 3 തവണ നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലടാ, സൂപ്പർ ഫൈറ്റല്ലേ. ആമീർ ഖാൻ കസറിയിരിക്കുക. ആദ്യം ക്ലൈമാക്സ് പറയടാ, എനിക്ക് അതാ അറിയേണ്ടത്. നിന്നെ ഇന്ന് ശരിയാക്കി തരാവടാ. എന്റെ അമ്മ ഇടിച്ചു. എടാ, ഇത്രയും വലിയൊരു റോഡ് ഉണ്ടാക്കി അതിനൊരു ഡിവൈഡറും വെച്ചിട്ട് തോന്നിയതുപോലെ വണ്ടി ഓടിക്കാൻ നിനക്ക് ആരാടെ ലൈസൻസ് തന്നത്? നീ ആരാ? കൊച്ചി രാജാവിന്റെ കൊച്ചു മോനാണോ? ആരോടും പറയല്ലേ. 100ൽ 99 പേര് അങ്ങോട്ടല്ലേ പോകുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ അങ്ങോട്ട് പോവാത്തേന്നറിയോ? ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഞാനും അവരെ ഫോളോ ചെയ്യേണ്ടി വരില്ലേ? അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇങ്ങനെയാണെങ്കിൽ ഫേസ് ടു ഫേസ്. ചേട്ടന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലേ? ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയുണ്ട്. ചേട്ടനൊന്ന് പോയേ. എടാ, മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. നിനക്ക് സെൻസ് ഇല്ലെന്ന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ലൈസൻസ് എങ്കിലും ഉണ്ടോടാ? എടുക്കടാ. ഒന്ന് ബഹളം വെക്കാതിരിക്കട്ടാ. നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയ ലൈസൻസ് നമ്പർ പ്ലേറ്റിലോട്ട് കണ്ടോ? ലൈസൻസ് ആരെങ്കിലും നമ്പർ പ്ലേറ്റിലോട്ട് കഴുതേ. ഇതെന്റെ അച്ഛന്റെ വക റോഡ്. എന്താടാ മുടങ്ങുന്നേ? നീ കൃഷ്ണമൂർത്തിയുടെ മോനല്ലേ? അല്ല, കൃഷ്ണമൂർത്തി എന്റെ അച്ഛനാ. അത് ഞാനിപ്പോഴറിഞ്ഞു. നാക്കിന്റെ നല്ലതുകൊണ്ടാവും ഇങ്ങനെ മുടന്നു കിടക്കുന്നത്. എന്താടാ പറ്റിയേ? നല്ല അച്ചടക്കത്തോടെ വേണം ജീവിക്കാൻ. അഹങ്കാരം ഒന്നും ഒരിക്കലും നല്ലതല്ല. ഞങ്ങൾ അനുഭവത്തിൽ നിന്നായി പറയുന്നത്, അല്ലാതെ ബോറടിപ്പിക്കാനല്ല. അതെയോ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ട അനുഭവം. നാളെ ഞങ്ങളും ആരെങ്കിലും ഉപദേശിക്കണ്ടേ? അല്ലാതെ നിന്നോട് ആരാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാ ചേട്ടനെന്ന് എവിടെയായിരിക്കും എന്ന് കരുതിയാ? നീ ആള് മോശമല്ലല്ലോടാ. എന്താ ഏട്ടാ, രാവിലെ എന്റെ മോനുമായിട്ട് തർക്കം പോലെ. ഇവനിപ്പോ പഴയ കൊച്ചു പയ്യനൊന്നുമല്ല. കണ്ടില്ലേ, എന്നെക്കാളും പൊക്കമൊക്കെ വെച്ചു. അതുകൊണ്ടാ കൈയും കാലും ഒക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഇന്നലെ മേട്ടുപാളത്തിൽ നിന്നപ്പോ നിനക്ക് വേണ്ടി വാങ്ങിച്ചാ. ഇന്നലെ രാത്രി തന്നെ തരാന്ന് വെച്ചപ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നു. കേട്ടോ? അല്ല, ഇപ്പോഴത്തെന്തിനാ അച്ഛാ? ഞാൻ എക്സാം പാസ്സാവുമ്പോഴോ റാങ്ക് വാങ്ങുമ്പോഴൊക്കെയല്ലേ തരേണ്ടത്? എടാ, എല്ലാ അച്ഛന്മാരും മക്കൾ ജയിച്ചാലേ ഇതൊക്കെ കൊടുക്കുള്ളായിരിക്കും. ഞാൻ ആദ്യമേ തരുന്ന എന്തിനാന്ന് വെച്ചാ, ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് എന്നെ ഓർമ്മ വരാനും എവിടെയും വിജയിക്കാനുള്ള തോന്നലുണ്ടാകാനും വേണ്ടിയാ. നീ ആ കൈ നേടിയ ഇക്കയിലല്ല, ഇതിലോ? ഇതിലാണല്ലേ. അവധിക്ക് വന്നാലും വെറുതെ ചുറ്റിക്കറങ്ങി നടക്കും. കുറച്ചു നേരമെങ്കിലും വീട്ടിലിറങ്ങിയിരുന്നാലെന്താ? ഏത് കാര്യത്തിനും വളം വെച്ച് തരാൻ ഒരച്ഛനുണ്ടല്ലോ, പിന്നെങ്ങനാ? ഓ അത് ശരി, പുതിയ ഷർട്ട് വാങ്ങിക്കുന്നതിന് പകരം തുണി വാങ്ങി സൂര്യ കൊണ്ട് തയ്പ്പിച്ചിരുന്നെങ്കിലോ? ഇതൊക്കെ ആരിട്ടിട്ട് കൊണ്ടുവരുന്നതാണെന്ന് ആർക്കറിയാം? അമ്മേ, പുതിയതാന്ന് പറഞ്ഞ് അതിൽ മഞ്ഞളെങ്ങനെ തേച്ചുണ്ടല്ലോ. ഞാനിടില്ല, പറഞ്ഞേക്കാം. അതെന്താടാ അപ്പോഴേക്ക് മതിയാക്കിയോ? അതിന് ഞാനെന്ത് പറഞ്ഞിട്ടാ? ഇതെന്തിനാ കൊടുത്തു വിട്ടത്? ഡാ, എപ്പോഴും ഞാൻ എനിക്ക് കത്തെഴുന്നല്ലാതെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടമ്മേ? ഞാൻ സുഖമായിരിക്കുന്നു, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി അയക്കാലോ. അതെ, അതെന്തിനാന്നറിയോ? അങ്ങനെയെങ്കിലും അമ്മയുടെ എഴുത്ത് നിർത്തുമല്ലോ എന്ന് കരുതിയാ. കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി എന്നെ പോരാത്തിന്റെ എല്ലാ കത്തിന്റെ പുറത്ത് ഫ്രം അഡ്രസ് എഴുതി വെക്കും. എനിക്ക് എന്താ എന്റെ വീട്ട് അഡ്രസ് അറിയില്ലേ? എടുത്തു വെക്കും, നീ എടുത്തു വെക്കും, എനിക്ക് പോണം. ഞാൻ പറഞ്ഞു മോനെ ഒന്ന് നിക്കടാ. ഇത്ര നേരത്തെ പോയിട്ട് അവിടെ ചെന്ന് എന്തെടുക്കാനാ? മാഡം, ഗീതോപദേശമൊക്കെ നിർത്തുക കേട്ടോ. എന്താ ഇത്? അവന്റെ വണ്ടി വരാൻ സമയമായി. ആരാ ഇത്? അമ്മ
അമ്മാവ. ഐ ലവ് യു അമ്മാവ. ഐ ലവ് യു ടു. പോവല്ലേ, നിക്കണേ. എടി സുധേ, രാഗസുധ. പേര് മാത്രം പോരാ, ഡ്രസ്സും കൂടി അങ്ങനെ ആയിരിക്കണം. ആണുങ്ങളെ പോലെ ഉണ്ട്. നീ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് 10 മുട്ട വാങ്ങിച്ചോണ്ട് എന്റെ വീട്ടിൽ ആൺകുട്ടി ഇല്ല, ഇവിടെ പെൺകുട്ടി ഇല്ലല്ലോ. രണ്ട് ഞാൻ തന്നെ വേണ്ടേ കവർ ചെയ്യാൻ, അതുകൊണ്ടാ. ശരി, നീ ചെന്ന് വാങ്ങിച്ചോളാം. അച്ഛാ അച്ഛാ പോമ്പാ. എടാ തലയിൽ എണ്ണ തേച്ചില്ലടാ നീ. അയ്യ എന്തിനാമേ, ഇതൊക്കെ വേസ്റ്റാ. എണ്ണ തേച്ചാലേ പഠിക്കുന്നത് ഓർമ്മ നിൽക്കും. എണ്ണ തേക്കാതെ തന്നെ ഞാൻ റാങ്ക് വാങ്ങും, കാറ് വാങ്ങും. എന്നിട്ട് രണ്ടുപേരെയും കയറ്റി ഞാൻ ഇങ്ങനെ പോകും. മോനെ നിക്കടാ, അമ്മ ശൗര്യം വരണ്ടേ. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കി നടന്നു. ഈ അമ്മ എന്താച്ചാ ഇങ്ങനെ വീട്ടിൽ വന്ന വയറ് പൊട്ടുന്നവരെ ഇരുത്തി തീറ്റിക്കും. തിരിച്ചു പോകാൻ തുടങ്ങിയ വയറ് നിറയെ വഴക്ക് പറയാനും തുടങ്ങും. അതെന്താന്നറിയില്ലേ, നിന്നെ പിരിയുന്നതിനുള്ള വിഷമം കൊണ്ടാ. ദേ അങ്ങോട്ട് നോക്കി. 18 വയസ്സുള്ളപ്പോൾ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതാ. അന്ന് മുതൽ അവൾക്ക് വേറൊരു ലോകമില്ലായിരുന്നു. നീയും ഞാനും മാത്രം അവളുടെ ലോകം. അവൾക്ക് മനസ്സിലൊന്നും ഒളിപ്പിച്ചു വെക്കാൻ അറിയില്ല. എപ്പോഴും കണ്ണ് നിറഞ്ഞേ അവൾ ചിരിക്കുക പോലുള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളായിട്ട് കരയിക്കരുത്. നീ വലിയ ആളായി കാണണമെന്ന് അവളുടെ ആഗ്രഹം. എന്താടാ ബാലു, തിരിച്ചു പോവാണോ? അച്ഛാ ഒരു മിനിറ്റ്. എങ്ങോട്ടാ? എന്റെ കുഞ്ഞിനെ എന്താടാ ഇത്? മോനെ കത്ത് എഴുതണേ. Read. Hey boys, looks only books. No side looks. Read. You book read. Some boys are missing. Hey, where? Sir. Where are you boys, da? അറിയില്ല സർ. Hey, I book all boys to principal. He make buttermilk. വടിയും പിടിച്ച് കോളേജിൽ നടക്കും പ്രിൻസിപ്പാളെ. ഇത് നൈറ്റ് ക്ലബ് ആണെന്ന് കരുതിയോടാ. സ്റ്റഡി ക്ലാസ്സിന് പോകാതെ ബാത്റൂമിൽ ഒന്ന് ഡാൻസ് ചെയ്യുന്നു. ഐ വിൽ സീ യുവർ എൻഡ്. ദൈവമേ കൊള്ള ഒതുങ്ങണേ. സൈൻറ്റിറ്റ കോസിറ്റ അവിടെ വെക്കടാ. നീ എന്താ നാമം ജപിക്കുന്നോ? ഐ എം റീഡിംഗ് ഫോർമുല സർ. ഓ, ഫോർമുല ആയിരുന്നു. Yeah. അവന്മാരുടെ ശല്യം കൊണ്ടായിരിക്കും കക്കൂസിൽ ഇരുന്ന് Yes, പഠിക്കുന്നത്. sir. നിന്റെ തന്ത കാശും മുടക്കി ഇങ്ങോട്ട് വിട്ടത് കക്കൂസിൽ ഇരുന്ന് കൊന്നുകളയും. ചെല്ലടാ അങ്ങോട്ട്. വെരി സ്ട്രിക്റ്റ്, ദ ഗ്രേറ്റ് പ്രിൻസിപ്പൽ. അറിയാമോടാ? ഇനി ആരെങ്കിലും ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നതാ നല്ലത്. ഇറങ്ങി വേടാ. ഒരുത്തനും ഇല്ല. നല്ല സുഖത്തിന് വേണ്ടി വലത്തോട്ട് നോക്കൂ. ഓ, വലത്തേക്ക് നോക്കാൻ. ഇനി ഇടത്തോട്ട് നോക്കൂ. ഓക്കേ, ഇനി മുകളിലോട്ട് നോക്കൂ. ഇവന്മാരുടെ ഒരു നിന്ന് വാ പൊളിക്കാതെ മുറുകെ പിടിച്ചെന്ന് മുള്ളിട്ട് പോടാ. സർ, ദയവായി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ എങ്ങോട്ടും നോക്കില്ല, നീയും എങ്ങോട്ടും നോക്കരുത്. വന്ന കാര്യം സാധിച്ചിട്ട് പോ. പിള്ളേരെ ഒതുക്കാൻ പോയി സ്വയം ഒതുങ്ങുന്നാ തോന്നുന്നത്. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഉറക്കെ പറയടോ. സർ, ന്യൂ ജോയിനിങ് സർ. ഐ സേ, സെൻഡ് ദം ഇൻസൈഡ്. നമസ്തേ സാറേ. നല്ല ദിവസം കുറിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ ഇത്ര ലേറ്റ് ആയത്. അതിനെന്താ, നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് വാങ്ങി പേപ്പറിൽ പടം വരണം. ഓ, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ ജയിച്ചാൽ മതിയായിരുന്നു. റാങ്കുകളൊക്കെ കിട്ടാൻ സമയം കൂടി തന്നാവണ്ടേ. ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശമായിരിക്കും, നാളെ നല്ലതാണെങ്കിൽ മറ്റന്നാൾ അതിലും മോശമായിരിക്കുന്നല്ലേ. ഒക്കെ ദൈവത്തിന്റെ കളികളാണല്ലേ. ചേട്ടനും ചേട്ടത്തിക്കും ആകെ എവളെ ഒറ്റ മോളാ സാറേ. അവര് മോളെ ഒരു വലിയ ഡാക്ടർ ആക്കണമെന്നും പറഞ്ഞ് ദിവസവും 20 മണിക്കൂറോളം പഠിപ്പീരോട് പഠിപ്പീര് തന്നെ. എന്നിട്ടും മാർക്ക് മാത്രം കാണാത്ത എന്തെന്നല്ലേ എനിക്ക് മനസ്സിലാകാത്തത്. ചേട്ടൻ വിഷമിക്കണ്ട. ദിവസം 20 മണിക്കൂറല്ല 24 മണിക്കൂറും പഠിപ്പിക്കണ കോളേജ് ഉണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാ മരം നമ്പർ 1 ആണെങ്കിൽ കായും നമ്പർ 1 ആയിരിക്കും എന്നാണ് പറയണത്. അപ്പൊ ഞാനല്ലേ പറഞ്ഞത് ഈ കോളേജാണ് ഏറ്റവും നമ്പർ 1 എന്ന്. അപ്പോഴാണ് സമ്മതിച്ചത്. ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കണം കേട്ടാ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ ചന്തയിലെ തൊലിയായിരിക്കും പോണത്. എന്താ വിചാരിച്ചെന്ന് ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് ശരിക്കറിയോ? 24 മണിക്കൂറല്ല 36 മണിക്കൂർ ഞങ്ങൾ പഠിപ്പിക്കും. ഒരിടത്ത് നോക്കാൻ സമ്മതിക്കാതെ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാ പഠിപ്പിക്കുന്നതെന്നറിയോ? അതറിയണമെങ്കിൽ ആ ബോർഡിലേക്ക് നോക്ക്. 1 4 5 7 8 9 10 മൊത്തം 10 റാങ്കേ ഉള്ളൂ. അതിൽ 7 റാങ്ക് ഞങ്ങൾക്കാ. ചാളമീൻ അറിയില്ലേ? ചാളമീൻ തേക്കുന്നതുപോലെ തേച്ച് സൂപ്പർ ആക്കി എടുക്കും ഞങ്ങൾ. The entire state, our college stands first in discipline. വല്ലപ്പോഴേ ഉള്ളൂ.
അത് കണ്ടില്ലടാ, പിന്നെ അങ്ങേരെ ക്ലാസ് തന്നെയാ പൊട്ടിയത്. കുഴപ്പമാവോടാ. എന്ത് കുഴപ്പമാടാ, നമ്മളാന്ന് അറിഞ്ഞാലേ. അത് ശരിയാ. നീ പോയി ബോൾ എടുത്തേ. ഓക്കേടാ. പോയി ബാറ്റ് ചെയ്യടാ. അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ റാങ്കുകളേക്കാൾ തോനെയുള്ളത് ജനാലകളുടെ ഓട്ടകളാണെന്നാണ് തോന്നുന്നത്. ഈ കോളേജ് വിട്ടാൻ വെച്ച് നമുക്ക് വേറെ കോളേജ് നോക്കിയാലാ? അയ്യോ വേണ്ട വേണ്ട, എവിടെയായാലും നമ്മൾ നന്നായ പോരെ. അത് ശരി തന്നെ. ഇവിടുന്ന് വേറെ ഇടത്ത് ചെല്ലുമ്പോ അവിടെ ഇതിനേക്കാൾ കുഴപ്പമാണെങ്കിൽ എന്ത് ചെയ്യും? എന്നാലും ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോ വീടിന്റെ അത്ര ശരിയാവോ മോളെ? മോൾ എന്തിനു പറയണ്? ചില മീനുകൾക്ക് കടലിനേക്കാൾ അക്വേറിയമാ ബെറ്റർ. എന്തിനു പറഞ്ഞത്? നിങ്ങളെയൊക്കെ പിരിഞ്ഞു നിൽക്കുന്നത് ഓർക്കുമ്പോഴാ. സാരമില്ല മോളെ, നന്നായി പഠിക്കണം കേട്ടാ. കണ്ട നല്ല സ്ഥലമാ. 2 ദിവസം കഴിയുമ്പോ എല്ലാം പരിചയമായിക്കോളും. പിന്നെ ചാപ്പാട് നന്നായിട്ട് കഴിച്ചോണം. നിനക്ക് അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് അറിയാല്ലേ. ഈ ശരീരം എങ്ങാനും ക്ഷീണിച്ചാലുണ്ടല്ലോ അവിടെ എന്റെ ശരീരമായിരിക്കും ക്ഷീണിക്കണത്. ശ്രദ്ധിക്കണം കേട്ടാ. പോട്ടെ. Hey, all the best. പാദമേ പാദമേ പതിയമേ പതിയുമേ പാദകൾ കാത്തിരുന്നു ഞാൻ. അതിരുകൾ അകലുമേ അഴകളും പനികയിൽ ശലഭമായി ചിറക വീശും ഞാൻ. ആ എന്നാ പിടി. വേണ്ട വേണ്ട. ഇതെന്തൊരു മോഹക്കുരുവാണ് ഈശ്വര. എന്തൊക്കെ ചെയ്തു നോക്കി, എന്നിട്ട് ഇതങ്ങോട്ട് കുറയുന്നില്ലല്ലോ. അതെന്താണെന്നറിയോ? എത്ര മൂക്കുരുണ്ടോ അത്രയും പേര് നിന്നെ പ്രേമിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. സോ ഏറ്റവും ബെറ്റർ ആരാണെന്ന് കണ്ടെത്തി നീയും പ്രേമിക്കുകയാണെങ്കിൽ മുഖക്കുരുവൊക്കെ പമ്പ കിടക്കും. എന്റെ ഞാൻ 9 മണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉറങ്ങത്തെ എന്താ? ഉറങ്ങ. മുൻപേ 7 മണിന്നാ പറഞ്ഞേ, ഇനി 12 മണിന്നായിരിക്കും. പട്ടാ പകലും ഒത്തിരി നക്ഷത്രങ്ങൾ വേണം. ലെക്ചേഴ്സിന്റെ മുന്നില് ടെക്സ്റ്റ് ബുക്ക് പിച്ചി കയറാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇപ്പോഴുള്ളത് പോലെ ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് മുടി നീളം തീരെ ഉണ്ടാവരുത്. ടൈം പോരാതെ വരുവാണെങ്കിൽ ശരിക്കും ഘടികാരമേ ഇല്ലാത്ത ലോകാ വേണ്ടത്. ആ ലോകത്ത് എവിടെയും സന്തോഷം മാത്രം ഉണ്ടായിരിക്കണ്ടേ. എന്നും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യായിരുന്നു. എന്താടി പകൽക്കിനാവ് കാണാം? കിനാവ് എപ്പോഴും പകലാ കാണണ്ടേ, രാത്രി ലാവിഷായിട്ട് ഉറങ്ങാനുള്ളത്. ഹലോ, പകൽക്കിനാവ് കാണുന്നവർക്ക് ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല മോളെ. ഓൾറെഡി ലൈഫില് കഷ്ടപ്പാടും കോംപ്രമൈസുവാ. ഇനി സ്വപ്നത്തിലും കോംപ്രമൈസ് വേണോ? എന്നാലും ഇങ്ങനെ സ്വപ്നം കാണാവോ? കണ്ടാൽ എന്തൊരു ചന്തയാണോ? എന്നും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാ എനിക്ക്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാ? അതൊക്കെ എനിക്ക് സിമ്പിൾ ആണ് കേട്ടാ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് 1 മണിക്കെങ്കിലും ഉറങ്ങണമെന്നാ. കിടന്നുറങ്ങടി, ഉറങ്ങേ. ഒടിഞ്ഞു പോടാ. എവിടെന്ന് കുട്ടിയും പറിച്ചോണ്ട് വരുന്നതാ? ഏരണം കേട്ട കോളേജ്. എന്തിനാ ഇവിടെ പഠിക്കുന്നത്? ഒത്തിരി കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? ഒന്നിനെങ്കിലും വളയ്ക്കാൻ കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് എങ്ങോട്ട് വന്നത്. 40,000 രൂപ അടച്ച ഒരു റിച്ച് ഫിഗറിനെ വീത്തി 40 ലക്ഷം രൂപ ഒപ്പിക്കാന്നാ വിചാരിച്ചത്. എന്റെ കഷ്ടകാലത്തിന് 40,000 പലിശ കൂടുന്നല്ലോ. ഇതുവരെ ഒരെണ്ണം പോലും വീണില്ല. ഇന്നലെ ഒരു പീസ് വന്നില്ലേ, മുടിയൊക്കെ പിന്നിട്ടുണ്ട്. അവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ വീണാലോ. സൂപ്പർ ഫിഗർ അല്ലേടാ? അത് നോക്കണ്ട. അതേടാ അളിയാ, ഇവളുമാരുടെ കാര്യമൊന്നും പറയാൻ നോക്കില്ലടാ. ചിലപ്പോ നോക്കിയാൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തോളെ. അല്ലെങ്കിൽ തന്നെ പ്രിൻസിപ്പാള് നമ്മൾ ഗേൾസിനെ നോക്കിയാൽ മതി. കീചകോലത്തിലെ ഭീമനെ പോലെ അലറിക്കൊണ്ടുവരുന്ന ആ രംഗം ഓർത്താൽ തന്നെ പിന്നെ ആരെയും നോക്കാൻ തോന്നില്ല. അയാളോടൊന്നും പോവാൻ പറയടാ. എന്ന് ചെയ്താലും തെറ്റ്. രാത്രി ടെറസിൽ കയറി നക്ഷത്രങ്ങളെ നോക്കിയാ അത് തെറ്റ്. പകല് TV കണ്ട അത് തെറ്റ്.
പെൺകുട്ടികളായ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് കഷ്ട. ഇതെല്ലാം നീ പറഞ്ഞതല്ലേ, ഇനി തലപിന്നലിന്റെ കഥ എന്താ? അതോ, എന്റെ അമ്മ തല പിന്നിടുമ്പോ അനാവശ്യമായിട്ട് ആൺകുട്ടികളോടൊന്നും സംസാരിക്കരുത്. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാ അവരുടെ വീട്ടിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. കുറച്ചു നാളേക്ക് ഇനി ടിവിയിലെ സിനിമ കാണലൊക്കെ മാറ്റിവെച്ച് അടങ്ങിയിരിക്കെ. നമ്മുടെ അപ്പുറത്തെ രമയുടെ മോളെ പോലെ പഠിച്ച് റാങ്ക് വാങ്ങണം കേട്ടോ. എനിക്കതൊക്കെ അറിയാം. നിനക്ക് എന്തറിയാം? പറയുന്നത് കേട്ടാ മതി. നിനക്കറിയാം ഉറങ്ങാൻ. എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാ അമ്മ? ഉറങ്ങിയിരുന്നോ? എന്തോ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് നീണ്ട മുടി ഒരു പെണ്ണിനും ഉണ്ടാവാതിരുന്ന ഒരമ്മമാരുടെ ശല്യം ഉണ്ടാവില്ല. അതല്ലേ 17 വർഷമായിട്ട് ഇത് തെറ്റ് അത് ചെയ്യല്ലേ ഇതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്തിനാ? എന്തേ 17 years ആയി സഹിക്കുന്നെന്ന് നിനക്ക് വിശ്വാസമായില്ലേ? നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. പാഴ്സലോ? എനിക്ക് പാഴ്സലോ? ദേ ഇരിക്കുന്നു. ബാലു, ഏയ്, നാളെ രാവിലെ തന്നെ ഷർട്ട് വാഷ് ചെയ്ത് തന്നില്ലെങ്കിൽ പട്ടാ പകല് തന്നെ നക്ഷത്രങ്ങൾ താൻ കാണും. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുകയും വികർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഒന്നായി നിലകൊള്ളുന്ന കാന്തം എപ്പോഴും ദക്ഷിണ ധ്രുവങ്ങൾ മാത്രമേ കാണിക്കൂ. അവന്റെ ഒരു വായ്നോട്ടം കണ്ടോ? ഞാൻ നോക്കില്ല, അച്ഛൻ എന്നോട് ആമ്പിള്ളേരെ നോക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതാച്ചു ശ്രീനി നിന്നെ 70 പ്രാവശ്യം നോക്കി, നീ 40 പ്രാവശ്യമേ നോക്കിയുള്ളൂ. അതായത് നീ 30 ബാക്കിലാണ്. കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇതാ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതാ വർഷ, നീയും ഷിജിയും വെരി ടോപ്പ്. നീയും 100 തവണ, അവനും 100 തവണ. 100 എന്നുള്ളതിന് 1000-ലും 10,000-ലും ഒക്കെ എത്തിക്കണം. നിനക്കുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട്. എന്താ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ സ്വപ്ന, എല്ലാവരും നിന്നെ 100 തവണ നോക്കിയപ്പോ നീ ഞാൻ ബാലുവിനെയാ 70 പ്രാവശ്യം നോക്കിയത്. ദാ റിപ്പോർട്ട്. ഞാനാ എന്തൊരു പറയണത്? എപ്പോഴും നോക്കി. സ്വപ്ന, കുട്ടിക്കൊരു ഗസ്റ്റ് ഉണ്ട്.